4 കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളെ കിട്ടില്ല എന്ന് കരുതിയ, ഒരുപാട് ചികിത്സിച്ച് മടുത്തുപോയ, ഇനി ചികിത്സിക്കണേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചികിത്സയിൽ നിന്ന് വിട്ടു നിന്ന ഒരുപാട് ആളുകളിൽ അൽഹംദുലില്ലാ ബിഫദ്ലില്ലാ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങളായ വലിയ സന്തോഷ വാർത്ത. ഞാൻ അള്ളാഹിന്റെ ഒരു നിഅമത്ത് എടുത്ത് പറയാണ്. അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് എടുത്ത് പറയണമല്ലോ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അമൂല്യമായ തേനും അതുപോലെ തന്നെ ഈത്തപ്പന മരത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചില അമൂല്യ ഔഷധങ്ങളും അതോടൊപ്പം മറ്റ് ചില പ്രകൃതിദത്തമായ വസ്തുക്കളും ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന വളരെ എഫക്റ്റീവായ ഔഷധം, വളരെ ചിലവ് ചുരുങ്ങിയതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ നിർബന്ധമായും അതിൻ്റെ ഒരു കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യണം. എനിക്ക് ഓർമ്മ വരുന്ന കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ 52 വയസ്സ് കഴിഞ്ഞ ഒരു സഹോദരൻ, 52 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രിയതമക്ക് 45 വയസ്സോളം കഴിഞ്ഞിട്ടുണ്ട്. അവര് ട്രീറ്റ്മെന്റ് തുടങ്ങി 2ാമത്തെ മാസം പൂർത്തിയാകുമ്പോഴേക്കും പ്രഗ്നന്റായി എന്ന സന്തോഷ വാർത്ത കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് മരുന്ന് കുടിച്ചതിന്റെ എഫക്റ്റ് അല്ല വന്നിരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ. അമ്മാ ബഅദ്. ഹിക്മ ഹീലിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഈ എപ്പിസോഡിൽ നിങ്ങളിലേക്ക് വരുന്നത്. അതായത് പുതിയ കാലത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി. അതായത് കല്യാണ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന അനേകം ദമ്പതിമാർ നമുക്കിടയിലുണ്ട്. കുഞ്ഞുങ്ങളില്ല എന്ന പ്രയാസം ഒരു വശത്ത്, ചികിത്സിച്ചിട്ട് എവിടെയും എത്തുന്നില്ല എന്നുള്ള ഒരു ദുഃഖം മറ്റൊരു വശത്ത്, അതിനേക്കാളൊക്കെ സങ്കടം കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽ നിന്നും കേൾക്കേണ്ടി വരുന്ന കുത്തുവാക്കുകളുടെ ഉണങ്ങാത്ത മുറിവുമായി കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ മറ്റൊരു ഭാഗത്ത്. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്, പഴയ കാലത്തൊക്കെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരിൽ പറയുന്നൊരു പ്രയോഗമുണ്ട്. ഞാനത് പുതിയ സമൂഹത്തിന് പഠിക്കാൻ വേണ്ടി പറയാണ്. എനിക്ക് ആ വാക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും, അവള് മച്ചിയാണ്. എൻ്റെയൊക്കെ നാട്ടിൽ പറയുന്നൊരു പ്രയോഗമാണ്, അവള് മച്ചിയാണ്. അതായത് കല്യാണം കഴിയുന്നു, വർഷങ്ങൾ കഴിയുന്നു, നാട്ടുകാർ സ്വാഭാവികമായിട്ട് ചോദിക്കണ ചോദ്യങ്ങൾ ചോദിക്കും, വിശേഷമൊന്നും ആയില്ലേ. അപ്പം സ്വാഭാവികമായും ഈ ചോദ്യങ്ങളെ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്നത് സ്ത്രീകളായിരിക്കും. അപ്പോൾ അന്ന് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരിൽ കുറ്റപ്പെടുത്തലുകൾ നേരിട്ടതും അതിൻ്റെ പേരിൽ മാത്രം കുടുംബജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടി വന്നതും അതിൻ്റെ പേരിൽ മാത്രം വീടിൻ്റെ അകത്തളങ്ങളിൽ ഉൾവലിയേണ്ടി വന്നതും സ്ത്രീകൾ മാത്രമാണ്. പുതിയ കാലത്ത് എന്താ പ്രശ്നം? പുതിയ കാലത്ത് വന്ധ്യതാ പ്രശ്നം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസ് പുരുഷന്മാരിലാണ്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പുരുഷ വന്ധ്യത നമ്മൾ മനസ്സിലാക്കാത്ത ചില കാരണങ്ങളും വളരെ ലളിതവും നമുക്ക് എളുപ്പത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ പറ്റുന്ന ചില നിർദ്ദേശങ്ങളുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വന്ധ്യത അനുഭവിക്കുന്ന ഒരു കുടുംബം നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഞാനും ഇപ്പോൾ പ്രവാസ ജീവിതം നയിക്കുന്ന ആളാണ്. ഒരു വലിയ വിഭാഗം പ്രവാസികളിൽ ഈ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. നിത്യജീവിതത്തിൻ്റെ ദുരിതം ഇല്ലാതാക്കാൻ, കുടുംബത്തിന് സന്തോഷപൂർവകമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്ന എത്രയോ സഹോദരങ്ങൾ വിവാഹ ജീവിതത്തിൽ കുറഞ്ഞ കാലം മാത്രം ജീവിത പങ്കാളിയോടൊപ്പം താമസിക്കേണ്ടി വരുന്നു. തൊഴിൽ സംബന്ധമായ പ്രശ്നം വരാതിരിക്കാനും തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനും വളരെ വേഗത്തിൽ തന്നെ വീണ്ടും ഗൾഫ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. കാലങ്ങളോളം
ഒരു കാരണവും ഇല്ലാതെ തന്നെ കുഞ്ഞുങ്ങളില്ലാതെ ജീവിക്കേണ്ടി വരും. വലിയൊരു വിഭാഗം അങ്ങനെയുണ്ട്. അപ്പൊ തീർച്ചയായും കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വേദന അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രവാസികൾ കൂടിയുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞല്ലോ, മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകൾ ഖുർആനിക വൈദ്യശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിന്റെ പ്രത്യേക കൗൺസിലിങ്ങും പ്രാർത്ഥനാക്രമങ്ങളും ഔഷധക്രമങ്ങളും ഭക്ഷണ രീതികളും 4 കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളെ കിട്ടില്ല എന്ന് കരുതിയ, ഒരുപാട് ചികിത്സിച്ച് മടുത്തുപോയ, ഇനി ചികിത്സിക്കണേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ചികിത്സയിൽ നിന്ന് വിട്ടുനിന്ന ഒരുപാട് ആളുകളിൽ അൽഹംദുലില്ലാ ബിഫദ്ലില്ലാ, അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് കുഞ്ഞുങ്ങളായ വലിയ സന്തോഷ വാർത്ത. ഞാൻ അള്ളാഹിന്റെ ഒരു നിഅമത്ത് എടുത്ത് പറയാണ്. അള്ളാഹുവിന്റെ ഒരു നിഅമത്ത് എടുത്ത് പറയണമല്ലോ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അമൂല്യമായ തേനും അതുപോലെ തന്നെ ഈത്തപ്പന മരത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചില അമൂല്യ ഔഷധങ്ങളും അതോടൊപ്പം മറ്റ് ചില പ്രകൃതിദത്തമായ വസ്തുക്കളും ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന വളരെ എഫക്റ്റീവായ ഔഷധം, വളരെ ചിലവ് ചുരുങ്ങിയതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ നിർബന്ധമായും അതിൻ്റെ ഒരു കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യണം. എനിക്ക് ഓർമ്മ വരുന്ന കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ 52 വയസ്സ് കഴിഞ്ഞ ഒരു സഹോദരൻ, 52 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രിയതമക്ക് 45 വയസ്സോളം കഴിഞ്ഞിട്ടുണ്ട്. അവര് ട്രീറ്റ്മെന്റ് തുടങ്ങി 2ാമത്തെ മാസം പൂർത്തിയാകുമ്പോഴേക്കും പ്രഗ്നന്റായി എന്ന സന്തോഷ വാർത്ത കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങൾക്ക് മരുന്ന് കുടിച്ചതിന്റെ എഫക്റ്റ് അല്ല വന്നിരിക്കുന്നത്, പകരം കുഞ്ഞുങ്ങളാവുന്ന വിഷയത്തിൽ നിങ്ങളെടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ഇസ്ലാമിക് സൈക്കോളജി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വൈദ്യശാസ്ത്രത്തിന്റെ ചില മെത്തേഡ് വെച്ചുകൊണ്ടുള്ള കൗൺസിലിംഗ്, അത് പ്രകാരം അവർ പഠിച്ചെടുത്ത പ്രാർത്ഥനാക്രമം, സപ്പോർട്ടീവായ ഭക്ഷണക്രമം, ഇതൊക്കെ ചേർത്തപ്പോൾ 22 വർഷത്തിന് ശേഷം ആ കുടുംബത്തിൽ വളരെ വലിയ സന്തോഷമുണ്ടായി. അപ്പം അത്തരം സന്തോഷം നമ്മുടെ സമൂഹത്തിൽ എല്ലാവരിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. പറഞ്ഞു വന്നത്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോ, ഒരു സഹോദരൻ, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, പക്ഷെ അദ്ദേഹം ചെയ്ത ഒരു നന്മയെ പ്രകീർത്തിക്കാതിരിക്കാൻ പറ്റൂല. ഒരു ടിക്ടോക്കിലൂടെ തളിപ്പറമ്പുകാരൻ എന്ന ഒരു മേൽവിലാസത്തിലാണ് അദ്ദേഹത്തിന്റെ ടിക്ടോക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാനും കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലിലൂടെ അനേകായിരം സഹോദരങ്ങൾക്ക് വലിയൊരു സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ചാനൽ അറിവ് വ്യാപിപ്പിക്കാൻ, ശരിയായ അറിവിനെ വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഹിക്മ എന്ന പ്രയോഗം നടത്തിയത് എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹീലിംഗ്, ഒരിക്കലും ശിഫയാവില്ല, ക്യൂറാവില്ല എന്ന് കരുതിയ പല രോഗാവസ്ഥയിൽ നിന്നും നമ്മുടെ സഹോദരി സഹോദരന്മാരെ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുള്ള ഒരു ചാനലാണല്ലോ. അപ്പൊ അതിലെ ചില സന്ദേശങ്ങൾ അദ്ദേഹം തൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി, തൻ്റെ കാഴ്ചക്കാർക്ക് വേണ്ടി സമർപ്പിച്ചപ്പോൾ പ്രവാസ ലോകത്തുള്ള അനേകായിരം ആളുകൾ, ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെ എന്നെ സമീപിച്ചു. നേരിട്ട് ഒരുപാട് പേര് വന്നു, അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു. 10 മിനിറ്റ് നേരം ഇരിക്കുമ്പോഴത്തേക്കും അവരുടെ മനസ്സിന് കിട്ടിയ സമാധാനം, സന്തോഷം, ഒരുപാട് തെറ്റിദ്ധാരണകൾ അവർക്ക് തിരുത്താൻ പറ്റിയതിൻ്റെ വലിയ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ തിരിച്ചു പോയത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഫാമിലി ലൈഫിൽ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു പ്രധാന വിഷയമാണ് പുരുഷ സമൂഹത്തിൽ വ്യാപകമായി വന്ധ്യതക്കുള്ള കാരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ശക്തമായ പുകവലി നമുക്ക് പലർക്കും അറിയാം. അപ്പൊ നമ്മൾ ചോദിക്കുക, പുകവലിക്കുന്ന എത്രയോ പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചില ആളുകളുടെ ശരീരത്തിൽ അതിശക്തമായ പ്രശ്നങ്ങൾ പുകവലിയിലൂടെ സംഭവിക്കും. ഇപ്പൊ പുകവലിയിലൂടെ ക്യാൻസർ വരാതെ ആരോഗ്യത്തോടെ മരിച്ച എത്ര പേരുണ്ട്? തൊണ്ടയിലോ വായലോ ഒന്നും സംഭവിക്കാതെ മരിച്ചുപോയ എത്ര പേരുണ്ട്? അതല്ല, പകരം ചില ആളുകളിൽ അവർ ചെയ്യുന്ന ശരീരത്തോട് പറ്റാത്ത കാര്യങ്ങൾ പെട്ടെന്ന് എഫക്റ്റ് ആവും. അപ്പൊ പുകവലി പോലത്തെ കാര്യങ്ങൾ തൊട്ട്, വളരെ ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, അവർ ധരിക്കുന്ന വസ്ത്രത്തിലെ ഇറുകിയ വസ്ത്രം, ടൈറ്റായ വസ്ത്രം പോലത്തെ കാര്യങ്ങൾ മുതൽ, അതായത് ഇപ്പം
എപ്പോഴും ടൈറ്റായ ഇന്നറും ടൈറ്റായ ജീൻസും ധരിക്കുന്ന ഒരാളാണെന്ന് വെക്കുക. ആളാണെങ്കിൽ എപ്പോഴും സിറ്റിംഗ് മൂഡിലാണ് ഉണ്ടാവുക. കാരണം വീട്ടിൽ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ മെയിൽ അയക്കാനും മറ്റുമായിട്ട് വീട്ടിൽ വന്നാൽ ഇരിക്കും, ഓഫീസിലെത്തിയാലും ഇരിക്കും. അപ്പോൾ ഫുൾ ടൈം അരക്കെട്ടിൻ്റെ ഭാഗം ചൂട് അതിശക്തമായി ഉണ്ടാകുന്ന ഒരവസ്ഥ അയാളിൽ ഉണ്ടാകുന്നു. അദ്ദേഹം ധരിച്ച വസ്ത്രവും അതിന് കാരണമാകുന്നു. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, കേൾക്കുമ്പോൾ ചെറുതാണ് എന്ന് തോന്നുന്നെങ്കിലും പലരിലും ഇതുണ്ടാക്കിയ പ്രയാസങ്ങൾ വളരെ വലുതാണ്. ഈ ഒരു മെത്തേഡ് മാറ്റിയപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടെത്തിയ ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് വെരിക്കോസിൽ കാരണമാകാറുണ്ട്. നമ്മൾ സാധാരണ ഇപ്പൊ കൗണ്ട് ലെവൽ നോക്കും. പുരുഷന്മാർ ഇപ്പൊ കുഞ്ഞുങ്ങളായിട്ടില്ലെങ്കിൽ നോർമലി ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയാൽ അവിടെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില ആളുകൾ കുഞ്ഞുങ്ങളായിട്ടില്ലെങ്കിൽ വേറെ പോവുക ഗൈനക്കോളജി ഡോക്ടറെ എടുത്താൽ. എന്തൊരു അബദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത്? പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കുഞ്ഞുങ്ങളായിട്ടില്ലെങ്കിൽ ഗൈനക്കോളജി ഡോക്ടർക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഗൈനക്കോളജി ഡോക്ടർ മാക്സിമം പഠിക്കുന്ന കാര്യം എന്തുവാ? പ്രസവം എടുക്കാനല്ലേ. നമ്മുടെ നാട്ടിലെ പഴയ മലയച്ചിമാരും ഇതൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് പ്രസവം എടുത്തിരുന്ന സ്ത്രീകളുണ്ട്, മനസ്സിലാക്കണം. മറ്റൊന്നും അവർ പഠിച്ചില്ല എന്നൊന്നല്ല, വളരെ ദീർഘകാലം 5 വർഷത്തോളം അനാട്ടമിയും ഫിസിയോളജിയും ഫാർമക്കോളജിയും പെത്തോളജിയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങളില്ല എന്ന വിഷയത്തിൽ പരിഹാരം നിർദ്ദേശിക്കാൻ മാത്രമുള്ള ചാപ്റ്ററുകളൊന്നും നമുക്ക് എവിടെ കാണാൻ പറ്റില്ല? ഈ ഒരു സിസ്റ്റത്തിൽ കാണാൻ പറ്റൂല. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. മാതൃഭൂമി പത്രം വർഷങ്ങൾക്ക് മുമ്പ് ദിവസങ്ങളോളം എഴുതിയ ഒരു കുറിപ്പ് എൻ്റെ ഓർമ്മയിലുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ നടന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയായ അഡ്വക്കേറ്റ് നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ആളോ പേരോ ഹോസ്പിറ്റലോ പറയാത്തത് ഈ ചാനൽ ആരെയും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, വ്യക്തിഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ ഒരു പോളിസിയാണ്. എല്ലാവരോടും ബഹുമാനം, എല്ലാവരോടും ബാധ്യത, കടപ്പാട്, കടമകളാണ്. എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന തിയറിയാണ് നമുക്കുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ സ്ഥാപനത്തിൻ്റെ പേരോ ഒന്നും പറയണില്ല. പക്ഷെ പത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് അതൊരു വെറും വാക്കല്ല എന്ന് സൂചിപ്പിക്കാനാണ് കൃത്യമായി പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മളിൽ പലർക്കും പറ്റുന്ന ഒരു അബദ്ധം അതാണ്. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എവിടെ പോകണം? നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ഞാൻ അതിനോട് ചേർത്തി പറയുവാണ്. ആദ്യം 2 വർഷം വരെ കുഞ്ഞുങ്ങളായില്ലെങ്കിലും നമ്മൾ വെറുതെ വേവലാതി പൂണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കരുത്. നാട്ടുകാരെന്ത് പറയുന്നു, കുടുംബക്കാരെന്ത് പറയുന്നു, അവരുടെ ചോദ്യങ്ങൾക്ക് എന്താ മറുപടി പറയാനൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു വിശ്വാസം വേണം. ആത്മവിശ്വാസം എന്ന് നമ്മൾ പറയാറില്ലേ, നമ്മുടെ ശരീരത്തിൽ ഒരു വിശ്വാസം വേണം. അല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് അറിയണം ഇന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ആയതിനാൽ തന്നെ വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഒരു 6 മാസം കൊണ്ട് ട്രൈ ചെയ്തിട്ടും ആയിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഒരു കഴിവുള്ള സമർത്ഥനായ ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ, അതായത് ട്രീറ്റ്മെന്റിൽ വിദഗ്ധനായ ആളെ കാണണം എന്ന് നമുക്ക് തീരുമാനിക്കാം. കാരണം നേരത്തെ തന്നെ ചില കംപ്ലൈന്റുകൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട്. ഇല്ലെങ്കിൽ സ്വസ്ഥമായ മനസ്സോടുകൂടി, നല്ല ഇണക്കമുള്ള മനസ്സോടുകൂടി, സ്നേഹമുള്ള മനസ്സോടുകൂടി, പരസ്പര ഇഷ്ടത്തോടും വിശ്വാസത്തോടും താല്പര്യത്തോടും കൂടി 2 വർഷം തുടർച്ചയായി ഒന്നിച്ച് നിങ്ങൾ താമസിച്ച ശേഷവും കുഞ്ഞുങ്ങളായില്ലെങ്കിൽ മാത്രമേ ഒരു കൺസൾട്ടേഷൻ നിങ്ങൾ എന്താക്കാവൂ, പ്ലാൻ ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഒരുപാട് ആശങ്കകൾ നിങ്ങളെ എന്താക്കും, വെറുതെ പിരിമുറുക്കങ്ങൾ ഫോം ചെയ്യും, ഉള്ള സാധ്യതകൾ വരെ ഇല്ലാണ്ടാക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പോൾ പുരുഷന്മാരിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു, മോൾട്ടിലിറ്റിയുടെ പ്രശ്നം, സെമൻ കൗണ്ട് ലെവൽ കുറയുക, അസോസ്പേമിയ പോലത്തെ അവസ്ഥകൾ, തീരെ സ്പേം കൗണ്ട് ഇല്ല എന്ന റിപ്പോർട്ട്, 0- എന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാരിൽ വ്യാപകമാണ്. എന്തൊക്കെ കൊണ്ടാണ്? ഒന്ന്, ജീവിതശൈലിയിൽ വന്ന വലിയ മാറ്റങ്ങൾ പുരുഷന്മാരിൽ ഒരു വലിയ അളവിൽ ഇത് സ്വാധീനിക്കുന്നുണ്ട്, വലിയ അളവിൽ സ്വാധീനിക്കുന്നുണ്ട്. കോളാപാനീയങ്ങളുടെ അമിതമായ ഉപയോഗം വലിയൊരളവിൽ കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്രിമ ചേരുവകൾ ചേർത്ത ഭക്ഷണങ്ങളുടെ ഉപയോഗം, അനാവശ്യ മരുന്നുകളുടെ ഉപയോഗം, പിന്നെ വാക്സിൻ്റെ ഉപയോഗത്തിന് ശേഷം വളരെ വ്യാപകമായി ഇത് കാണുന്നുണ്ട്. കോവിഡ് വാക്സിൻ്റെ അങ്ങനെ ഞാൻ തുറന്നു പറയാണ്, നമുക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മൾ മനുഷ്യ സമൂഹത്തിൻ്റെ പക്ഷത്താണ്, മാനവികതയുടെ പക്ഷത്താണ്. വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ആഫ്റ്റർ കോവിഡ്, അല്ലെങ്കിൽ കോവിഡ് ഇഷ്യൂസിന് ശേഷം
വാക്സിൻ എടുത്ത പലരിലും ഉണ്ടാകുന്ന വലിയ പ്രയാസങ്ങളിൽ ഒന്ന്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിപ്പോൾ അടുത്ത കാലത്തുണ്ടായതല്ലേ, ഇത് അടുത്ത കാലത്തുണ്ടായതല്ലേ എന്ന ചോദ്യം വരും. അവിടെ നമുക്ക് മറുപടിയുണ്ട്, അവിടെ കൃത്യമായ മറുപടിയുണ്ട്. ആവശ്യമുള്ളത് വേണമെങ്കിൽ നമ്മൾ എന്താക്കാം, പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വന്നത്, അനാവശ്യ മരുന്നുകളുടെ ഉപയോഗം, ഡ്രഗ് അഡിഷൻ വ്യാപകമായി ചെറുപ്പക്കാർ ഒരു ഹരത്തിന് വേണ്ടിയോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലോ ലൈഫ് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യേണ്ട സമയമാണ് എന്ന തെറ്റിദ്ധാരണയുടെ പേരിൽ യൗവനത്തിന്റെ തുടക്കത്തിലും കൗമാരത്തിന്റെ തുടക്കത്തിലൊക്കെ ആരംഭിക്കുന്ന ചില ഡ്രഗുകളുടെ ഉപയോഗവും വാക്സിനുകളുടെ ഉപയോഗവും മറ്റു പലതും നമുക്കറിയാം. പല മരുന്നുകളും പരിശോധിച്ച് അതിൻ്റെ പിറകിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പുരുഷവന്യത വളരെ വ്യാപകമാകുന്നു. ജീവിതശൈലിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനം ഭക്ഷണമാണ്. ഭക്ഷണം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചക്കിടയിൽ ഒരുപാട് ചോദ്യം വന്നത് കൊണ്ട് മാത്രമാണ് പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നത്. അതുപോലെ തന്നെ ഇറുകിയ വസ്ത്രം ധരിക്കുന്നത്, അതുപോലെ ഒരുപാട് ദീർഘദൂരം ബൈക്ക് യാത്ര ചെയ്യുന്നത്, ബൈക്കിൻ്റെ സ്ഥിര ഉപയോഗം, രാത്രി വളരെ വ്യാപകമായ ഉറക്കൊഴിയൽ, അങ്ങനെ പലതും. പിന്നെ ലാപ്ടോപ്പൊക്കെ മടിയിൽ വെച്ച് ഉപയോഗിക്കൽ. നമ്മൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിക്കുക, മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കുക. അതായത് നമ്മുടെ പൊക്കിൾക്കൊടിയുടെ താഴ്ഭാഗമാണെങ്കിൽ ഇങ്ങനെ മൊബൈൽ ഈ ഒരു ലെവലിൽ മൊബൈൽ വെച്ച് ഉപയോഗിക്കുന്നത്, മടിത്തട്ടിനോട് ചേർന്ന ഭാഗത്ത് മൊബൈൽ ഉപയോഗിക്കുന്നത്. പിന്നെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പോക്കറ്റിൽ മൊബൈൽ ഫോൺ, നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പോക്കറ്റിൽ മൊബൈൽ ഫോൺ വെക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സഹോദരന്മാർ ശ്രദ്ധിക്കണില്ല. അത് കാരണം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖം വളരെ വലുതാണ്. വളരെ വലിയ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുരുഷന്മാരിൽ വന്യതക്ക് കാരണമായി തീരും. പിന്നെ ചില ആളുകൾ കല്യാണ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ കുട്ടികൾ വേണ്ടാതൊന്ന് തീരുമാനിക്കും. അത് വല്ലാത്ത അപകടം സൃഷ്ടിച്ചതായിട്ട് ഒരുപാട് ദമ്പതിമാരെ, കുഞ്ഞുങ്ങളില്ലാതെ വന്ന അനേകം ദമ്പതിമാരിൽ പലരും സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, തുടക്കത്തിൽ ഭാര്യൻ്റെ പഠനം അല്ലെങ്കിൽ ജോലി ശരിയാവാത്തതുമായി ബന്ധപ്പെട്ട വിഷയം, പല കാരണങ്ങൾ കൊണ്ടും ആദ്യത്തെ 1-2 വർഷം കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീടാണ് അതിൻ്റെ ഒരു സീരിയസ് മനസ്സിലായി. ഞാൻ അവരെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കും. കാരണം വിവാഹ ജീവിതത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ? എൻ്റെ ഉമ്മത്തിൻ്റെ വ്യാപനം. അതൊരു വലിയ സൗഭാഗ്യമാണ്. കുടുംബത്തിൽ അംഗങ്ങൾ വർദ്ധിക്കുക എന്നുള്ള ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി നമ്മൾ കാണണം. ഫാമിലി മെമ്പേഴ്സ് വർദ്ധിക്കുന്നത് സൗഭാഗ്യമായി കാണണം. പൈസ വർദ്ധിക്കുന്നതിനെ മാത്രം സൗഭാഗ്യമായി കാണുന്നു. അവസാനം 2 പിള്ളേരും 2 രാജ്യത്ത് ഈ പൈസ ഉണ്ടാക്കിയ ആൾ മാത്രം ഒറ്റപ്പെട്ടു പോകുന്നു. നമ്മുടെ ചിന്താഗതിയിലെ ഗുഡസത അവസാനം ജീവിതം നരകിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, വിവാഹ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ ചില ആളുകൾ കുഞ്ഞുങ്ങളാവാതിരിക്കാൻ മരുന്ന് വരെ കഴിക്കുന്നു. മരുന്നെടുക്കുന്ന ആളുകൾ വരെ ഉണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളുകളുണ്ട്. ഇത് പിന്നീട് ശരീരത്തിനുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ച് അവർ തീരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഏതായാലും പുരുഷന്മാരിൽ വന്യത വർദ്ധിക്കുന്നു. ജീവിതശൈലിയാണ് പ്രധാന കാരണം. പ്രത്യേകിച്ച് പുതിയ കാലത്തെ ഭക്ഷണം, ചില മരുന്നുകൾ, ചില അഡിഷനുകൾ, നമ്മെ ബാധിച്ച ചില ഡ്രഗുകളോടുള്ള നമ്മുടെ അമിത താല്പര്യം, പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ തെറ്റായ ഉപയോഗ രീതി, ഇങ്ങനെ പല കാരണങ്ങളും ഇതിന് വിഷയമാകുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ശാരീരികമായ ചില പ്രശ്നങ്ങൾ, അത് നമ്മളിപ്പോൾ നിരാകരിക്കാൻ പറ്റില്ല. ശാരീരികമായ ചില പ്രശ്നങ്ങളും മാനസികമായ ചില പ്രശ്നങ്ങളും ഇതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സന്താന സൗഭാഗ്യ ചികിത്സയിലെ ആദ്യ പാർട്ട് കൗൺസിലിംഗ് ആണ്. ദമ്പതിമാർ 2 പേരും വന്ന് കൗൺസിലിംഗിൽ അറ്റൻഡ് ചെയ്യണം. എന്താ പറഞ്ഞ? അപ്പോ ദമ്പതിമാര് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ദമ്പതിമാർ കൗൺസിലിംഗിൽ അറ്റൻഡ് ചെയ്യണം. ട്രീറ്റ്മെന്റിനെ സീരിയസ് ആയി കാണണം, ഗൗരവത്തോടെ എടുക്കണം. അപ്പൊ ഞാൻ എല്ലായ്പ്പോഴും നമ്മുടെ ചാനലിൽ പറയാറുള്ളത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് മെസ്സേജ് അയക്കാം, കാര്യങ്ങൾ ചോദിക്കാം, കൃത്യമായ മറുപടി കിട്ടും. അപ്പൊ കൗൺസിലിംഗ് ആണ് ഇതിൽ ഫസ്റ്റ് വൺ, മനസ്സിലാക്കണം. പിന്നെ ചില വ്യായാമ ജീവിതത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചില ആളുകൾ ചില പ്രോട്ടീൻ പൗഡറുകളും ശരീരം ഒന്ന് ചേർത്ത് നിൽക്കാനൊക്കെ കഴിക്കുന്ന ചില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നുണ്ട്.
ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത്രയും ഞാൻ പറയുള്ളൂ. വിശദമാക്കാൻ ഇപ്പം താല്പര്യം, സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും, കാരണം നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഏതായാലും കൗൺസിലിംഗ് ആണ് ഫസ്റ്റ് വൺ. പിന്നെ പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കൻ്റെ ഉപയോഗം ഒന്ന് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ബ്രോയിലർ ചിക്കൻ്റെ അമിത ഉപയോഗം, പ്ലാസ്റ്റിക് ബോട്ടിലുകളിലുള്ള വെള്ളം കുടിക്കുന്നതിൻ്റെ അമിതവും, ഇതൊക്കെ കൃത്യമായി മെഡിക്കൽ രംഗത്ത് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് പറയണത്. മനസ്സിലാക്കണം. ഇപ്പോൾ ഗോവ മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗം തലവനായിരുന്ന ഡോക്ടർ W. പിൻഡോ, അദ്ദേഹത്തിൻ്റെ ഒരു പത്രക്കുറിപ്പ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാർത്തയാണത്. ഞാനിപ്പോൾ അത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബ്രോയിലർ ചിക്കൻ്റെ അമിത ഉപയോഗം വലിയൊരു വിഷയമാണ്. ഇതൊക്കെ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഭക്ഷണം ശ്രദ്ധിച്ചുകൊണ്ട്, പ്രാർത്ഥന ക്രമപ്പെടുത്തിക്കൊണ്ട്, സൂറത്തുൽ അലക്കിൽ കുഞ്ഞുങ്ങളാവാൻ സപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ചില രഹസ്യങ്ങളുണ്ട്. സൂറത്തുൽ അലക്ക് എന്നാണ് പേര്. ആ സൂറത്തുൽ അലക്കിനെ കുഞ്ഞുങ്ങളാവാത്ത ദമ്പതിമാര് ഒരു പ്രാർത്ഥനാക്രമം എന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും, ഞാനത് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ യാ ഖാലിഖു യാ ബാരിഉ യാ മുസവ്വിറു എന്നീ അള്ളാഹുവിൻ്റെ പേരുകളിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ദമ്പതിമാരിൽ അത് ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ചില പ്രത്യേക ക്രമങ്ങളുണ്ട്. മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ നിസ്കാരത്തിന്റെ അവസാനത്തെ അത്തഹിയാത്തിൽ ചെല്ലുന്ന ഇബ്രാഹിം സ്വലാത്തിലും സന്താന സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളുണ്ട്. ഇത് കുഞ്ഞുങ്ങളില്ലാത്തവർ പഠിച്ചെടുക്കണം. അവർ ചോദിക്കണം, അവർ ചോദിച്ചാൽ പറയും. പക്ഷെ ഇങ്ങനെയുള്ള തത്വങ്ങൾ ഇസ്ലാമിക വിശ്വാസ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥന വേണം, ജീവിത ക്രമീകരണം വേണം, ഭക്ഷണ ക്രമീകരണം വേണം, ഔഷധവും വേണ്ടി വരും. അത് നമ്മൾ നാലാമത്തെ ചാൻസ് മാത്രമാണ്. ചിലപ്പോൾ രണ്ടുപേരും കഴിക്കേണ്ടി വരും, ചിലപ്പോൾ ഒരാൾ മാത്രം കഴിച്ചാൽ മതിയാവും. പുരുഷന്മാരുടെ ശരീരത്തിന്റെ അമിത ഉഷ്ണത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കുഞ്ഞുങ്ങളാവാത്ത കേസിൽ എത്രയോ നല്ല ചൂടുള്ള ആളുകൾക്ക് കുഞ്ഞുങ്ങളായിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് പുരുഷന്മാരിൽ ശരീരത്തിൽ അമിത ചൂട്. കാരണം ചില പുരുഷൻ, ഇപ്പം കുക്കിംഗ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഞാൻ എക്സാമ്പിൾ പറയാം. കുക്കിംഗ് ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ പൊറോട്ട മേക്കറോ അല്ലെങ്കിൽ വലിയ ഹോട്ടലിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അവർ നേർക്ക് നേരെ അടുപ്പിൽ ആ തീ കത്തുന്ന ഭാഗത്തേക്കാണ് ഇവിടെ ഈ ഭാഗം നിൽക്കുക. അത്യുഷ്ണമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. കടുത്ത ചൂട് നിങ്ങളുടെ വയറിലും വൃഷ്ണത്തിലൊക്കെ തട്ടുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് പിന്നീട് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ ഒന്ന് ചെരിഞ്ഞു നിൽക്കുക. കുക്കിംഗ് ജോലി ചെയ്യുന്ന എൻ്റെ സഹോദരന്മാർ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചെരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറ്റും, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെരിഞ്ഞു നിൽക്കുക, ഒരു വശത്തേക്ക് ചെരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, ജസ്റ്റ് ഇങ്ങനെ പാചകം ചെയ്യുന്നു. അപ്പൊ ഈ ഭാഗത്തെ ചൂടടിക്കത്തുള്ളൂ എന്ന് അവിടെ ബുദ്ധിമുട്ടില്ല എന്നല്ല, ഇത്ര പ്രശ്നമല്ല. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുവാണ്. കാരണം നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു അപാകത നമുക്ക് വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം പൊക്കിളിന് താഴെ അടിവയറിന്റെ ഭാഗത്തും വൃഷ്ണഭാഗത്തും ജനനേന്ദ്രിയ ഭാഗത്തും അമിതമായ ചൂട് തട്ടുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം. ബൈക്ക് ഓവർ ടൈം ഓടിക്കുന്ന ആളുകൾ കുറച്ച് ആ പെട്രോൾ പമ്പിന്റെ ആ ബോക്സ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് കുറച്ച് വിട്ടിരിക്കാൻ ശ്രമിക്കണം. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റൊന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്താണ്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഈ ചികിത്സയിൽ ഉൾക്കൊള്ളിക്കാനുള്ളത്. താല്പര്യമുള്ളവർ തീർച്ചയായും ബന്ധപ്പെടുക. നിങ്ങളുടെ കുടുംബത്തിലും കുഞ്ഞിക്കാല് കണ്ട് ഒരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇസ്ലാമിക വൈദ്യശാസ്ത്രം, അതായത് നബി വൈദ്യശാസ്ത്രം തീർച്ചയായും നിങ്ങളെ അതിന് സഹായിക്കുമെന്ന് നല്ല വിശ്വാസമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.